ഹലോ. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ അവിടേക്ക് കേരള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതാട്ടോ അവിടേക്ക്. നമ്മൾ ഇവിടെ ശരിക്കും ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇങ്ങനെ ഇപ്പോൾ കയറാം എന്ന് പറഞ്ഞ് അപ്പം ഉണ്ടാക്കിയ പ്ലാനിങ് ആണിത്. അപ്പോൾ അതാ ടിക്കറ്റിൻ്റെ കാര്യം ഡീറ്റെയിൽസൊക്കെ ഇതാ ഇവിടെ ബോർഡിലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുരങ്ങനെ കണ്ടതിൽ ഓടിച്ചെന്നതാട്ടോ അത് കണ്ടത്. അപ്പം അതേപടി റിട്ടേൺ തിരിച്ച് പോരും ചെയ്തു. അപ്പോൾ നമ്മളിതാ ഗേറ്റ് കടന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കൂടെ ഉള്ളത് ഏട്ടൻ്റെ ഫ്രണ്ട്സും അതുപോലെ അതിൽ മാരീഡ് ആയ ആൾക്കാരുണ്ട്, കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് നമ്മളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലെ മ്യൂസിയത്തിലേക്ക് ഏട്ടനും പാച്ചും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഏട്ടൻ്റെ വേറൊരു ഫ്രണ്ടും കുട്ടിയും കയറിയിട്ടില്ല. അവർ നേരെ പോയത് പാർക്കിലേക്കാട്ടോ. ഞാനിവിടെ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് മോനായിട്ട് തന്നെ. അന്ന് മോനൊരു 2-2.5 വയസ്സെന്തോ പ്രായമുള്ള സമയത്താണ് വന്നത്. നമ്മൾ ഈ ഭാഗത്തൊരു അമ്പലത്തിലേക്ക് വന്നപ്പം അങ്ങനെ വന്നതാട്ടോ. അങ്ങനെ നമ്മളിപ്പം നേരെ പോകുന്ന മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൽ കയറുമ്പോൾ നമ്മുടെ ചെരുപ്പെല്ലാം പുറത്ത് ഊരി വെക്കണം. അപ്പോൾ പാച്ചുട്ടത് ഷൂ ആണ്. അപ്പോൾ ഷൂ ഒരാളെ മടിയനെ കൊണ്ടൊക്കെയാണ് അവർ നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ അച്ഛനും മോനും കൂടി തീരുമാനിക്കുന്ന നട്ടേ കാണുന്നത്. അപ്പോൾ അവരങ്ങടേക്ക് പോകാറുണ്ട് പോയി. നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതാണ്. അപ്പം എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആനുവൽ ഡേ വർക്ക് കാര്യങ്ങളായിട്ട് ഓടി നടന്നിട്ട് സൗണ്ടിൻ്റെ രീതിയിൽ വേറെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ നേരെ കയറി ചെന്നു നമ്മൾ കാണുന്ന ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഭാഗമാണ്. ഇപ്പോൾ ഇവർ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ നമ്മൾ നേരെ ഈ ഭാഗത്തേക്ക് പോന്നു. അങ്ങനെ ഈ സംഭവം ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ തന്നെയില്ല, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും വായിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു പോയതായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കിടക്കുന്ന ഇത് ഫുള്ള് തേക്കുകളാണ്. അപ്പോൾ ഈ കിടക്കുന്ന തേക്കിന് കുറേ വർഷങ്ങൾ പഴക്കമുണ്ട്. അതായത് 116 വർഷം പഴക്കമുള്ളതാണിത്. അപ്പോൾ സംഭവം എന്തായാലും ഒരു ടവറായിട്ടാട്ടത് നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതിനിടയ്ക്ക് ഇതൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് അവർ കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്നു. കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോയി. അടുത്തെന്ന് പറയുന്നുണ്ടെങ്കിൽ തേക്കിൻ്റെ വേരുകളാണ്. അപ്പം ഈ ഒരു മ്യൂസിയം ഫുള്ള് തേക്കിനെ പറ്റിയിട്ടാണ്. തേക്കിനെ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ അവിടുത്തെ ഓരോ മണ്ണ്, തോട്ടത്തിൻ്റെ മണ്ണ്, അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഉള്ളിലേക്ക് പുറത്തേക്ക് നിൽക്കുമ്പോൾ ഒരു പാർക്കിൻ്റെ ചെറിയൊരു പോർഷനായിട്ടത്. 2 തവളകൾ ചെസ് ബോർഡ് കളിക്കുന്നത്. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള തേക്കിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ, അങ്ങനെ ഓരോ ഐറ്റംസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നല്ല രസത്തിൽ പണ്ടത്തെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ. പക്ഷെ സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇത് അതുപോലെ തന്നെ വലിയൊരു തേക്ക് ഓക്കെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ മുകളിലേക്ക് കയറി പോയിട്ട് കാണാണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ തേക്കിനെ കൊണ്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങൾ. പിന്നെ എന്താ പറയുക, ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു തേക്കിനെ കൊണ്ടുണ്ടാക്കിയത്. പിന്നെ അവിടെ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ മുകളിലുണ്ടായിരുന്നത്. അപ്പം അവിടെ ഫുള്ള് പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാക്കിയ അവിടെ പുതുതായിട്ട് കണ്ടോട്ടെ ഞാനത്, ഇതുകൊണ്ടുണ്ടാക്കിയ ചില ഫോട്ടോ ഫ്രെയിം പോലത്തെയൊക്കെ ഒരു സംഭവങ്ങൾ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പൂമ്പാറ്റകൾ. ഒരു സംഖ്യ ഉണ്ടായിരുന്നു. അവരുടെ നമ്പർ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ എല്ലാത്തിനും കൂടി. അതായത് കുറേ ഉണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ പോയതാണ് ഞാൻ പറഞ്ഞ ഈ സംഭവം. ഇതൊക്കെ തേക്കുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതവിടെ പുതിയതാണ്. ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ഇതവിടെ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ സംഭവം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നത്, പിന്നെ ഇതേപോലെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ടത്തെ വിളവെടുപ്പ് ഉപകരണങ്ങൾ.
അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ അവരിത് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് കാണുന്നൊരു വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴേന്ന് കണ്ട തേക്കിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ മേളിൽ നിന്ന് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ തൊട്ടിൽ. അപ്പോൾ തൊട്ടിലെന്ന് പറയാൻ വയ്യ, ഒരു ഊഞ്ഞാല. അങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ളൂ. അപ്പം ഇത് പാച്ചുവിനെ കണ്ട ദഹിക്കാത്തതിനെ കൊണ്ടാണ് അവർ മുന്നിൽ പോയത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടു. എല്ലാ ഐറ്റംസും കണ്ടതിന് ശേഷം നമ്മളിനി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫ്ലോറിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാ കാണുന്നതായിട്ട് അത് ഏട്ടൻ്റെ ഫ്രണ്ട് വലിയച്ഛൻ്റെ മോനും വൈഫുമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ താഴേക്ക് തന്നെ എത്തി. അങ്ങനത്തെ പിന്നെ നമ്മൾ താഴേക്ക് നമ്മൾ കയറിയ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്ന പാർക്കിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വെള്ളത്തിന് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൈഡിൽ അവിടെ മിൽമയുടെ ഒരു ഇതുണ്ട്. അവിടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ ഇവരുടെ വക ഇവിടെ ചെറിയൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ചെറിയ സെറ്റപ്പും കൂടെ ഉണ്ട്. അത് ഞാൻ നേരെ അവിടെ പോയി കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അത് നമ്മൾ നേരത്തെ ഉള്ളിൽ നിന്ന് കണ്ട തവളകളാട്ടോ അത്. അവിടെ ചെറുതായിട്ട് വെള്ളം ചാടുന്നുണ്ട്. പിന്നെ അങ്ങനെ പോയിട്ട് അപ്പുറത്ത് പാർക്കുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നേരെ പോയത് പാർക്കിലേക്കാണ്. പാർക്കിലേക്ക് പോയ രണ്ടാൾക്കാർ കണ്ടിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാണ്. അപ്പം ഇത് സംഭവം നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഊട്ടിയിലൊക്കെ പോകുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒക്കെ ഒരു ലുക്കാണ് പിന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സംഭവങ്ങൾ, അതായത് കുറേ ചെടികളും കാര്യങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മളിത് പാർക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടു കേട്ടോ. ആളിരുന്ന് എന്നത്തെയും പോലെ ആ സ്ലൈഡിലിരുന്നുള്ള കളി മാത്രമായിരുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനും കൂടെയാണ്. അത് കുഞ്ഞുവാവിയാണ്, 2 വയസ്സ് അങ്ങനെ എന്തോ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനുമാണ് നിൽക്കുന്നത്. ആൾ അങ്ങനെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലിരുന്ന് അങ്ങനെ എല്ലാവരും ഒരു കമ്പനി ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ നമ്മളിതിനിടയ്ക്ക് 1-2 ട്രിപ്പും കാര്യങ്ങളും, ഒരു ട്രിപ്പ് പോയി. അതുപോലെ തന്നെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ബസ്സിൽ നമ്മളെല്ലാവരും മാത്രമായിട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ കണ്ട് ആളിപ്പോൾ നല്ല സംസാരത്തിലായിട്ടോ. അങ്ങനെ പിന്നെ മേളിൽ ആളും ഇങ്ങനെ കിഴിഞ്ഞ് വരുന്ന രംഗാട്ടോ കാണുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ കമ്പനി, ഇവനെ അധികം ഫോട്ടോ എടുക്കാനോ ഒന്നിനും കിട്ടില്ല. ഇവ ഇവൻ്റെതായ രീതിയിൽ നടത്താണ്. പാച്ചും അതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതാ അവർ രണ്ടാളും കൂടിയുള്ള കളിയാണ് ഈ കാണുന്നത്. പാച്ചു എന്നാലും പുതിയ ഡ്രസ്സ് എന്നാലും എത്രത്തോളം ചളിയാക്കാൻ പറ്റും അത്രത്തോളം ചളിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് റിസപ്ഷൻ ആയിരുന്നു. പിന്നെ പയ്യൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്ക് റിസപ്ഷൻ തുടങ്ങും. അപ്പോഴേക്കും അവിടെ എത്ര എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഇറങ്ങിയതായിരുന്നു. പക്ഷെ നമ്മളിവിടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 6-6:30 ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവരിവിടെ നല്ല കളി തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഭാഗത്തേക്കാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇടയ്ക്കൊന്ന് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പാച്ചു അവിടത്തേക്ക് എത്തി. ഇതിൽ കയറാൻ ചെറിയ ആൾക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇതിലും കൂടി കയറിയിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ പോകുന്നത് അടുത്ത ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിൽ പാച്ചു 2 റൗണ്ട് കയറി, 3 പ്രാവശ്യം കയറി. അവൻ്റെ കളി കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോകും. അപ്പോൾ ഇതാട്ടോ മൊത്തം പാർക്ക്. അത്യാവശ്യം നല്ല കളിക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കുട്ടികൾക്കുള്ള പാർക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ഫ്രണ്ട്സും ബാക്കി ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. പണ്ടെപ്പോഴോ വന്നാണ് ഇവൻ്റെ ചെറിയ കുട്ടിയാണ്. പിന്നെ ആ വെള്ളം സംബന്ധം
വഴി അങ്ങോട്ടേക്ക് പോകുന്നു. വെള്ളം അമൂല്യമാവില്ല. ബട്ടർഫ്ലൈ ഗാർഡൻ. അവിടെ ഒരു ആനയെ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നുണ്ട്. മുന്നിലിറക്കി കൽപ്പാക്കംല ആ പൂവിന് എന്താ പറയാ അതിന്റെ പേര് ഇട്ടോ അങ്ങനെ മറന്നു. എന്ത് പോവാണ് ഇത് സ്ലോ ആക്കല്ല, സ്ലോ മോഷൻ കളിക്കുന്നത്. എനിക്ക് പ്രാന്താണ് കുറേ നേരം വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ കടുവല്ല, ചീറ്റാണ്. ശലഭങ്ങളുടെ കൂട്ടം ചേരൽ. ഇതാ പക്ഷെ പൂ സംഭവം രസമുണ്ട്. ഇവിടെ ചിത്രശലഭത്തിന് മുന്നിൽ കാണാനില്ല. അതൊന്നു പോണു കുഞ്ഞക്ക് കയ്യെ പിടിക്കുവാവേ. അല്ല നമ്മൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണേനി അങ്ങനെയൊക്കെ അതും പോകുന്നു. അടയ്ക്ക് പണ്ട് ഇതാണ് വെള്ളച്ചാട്ടം. അതിലുണ്ട് നിക്ക്. Ready, 1, 2, 3, set. Ready, 1, 2, 3, set. Ready, 1, 2, 3, smiley. കണ്ടാ? ഇതന്നെ മൈലി. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഊട്ടിയിൽ പൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കണ്ടൊരു എക്സ്പീരിയൻസ് ആട്ടോ.
അവിടെ ഉണ്ടല്ലോ അങ്ങനെ മേളിൽ കയറിയിട്ട് ഇങ്ങനെ വ്യൂ. അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാ കിട്ടുക. അയ്വാ പൊളിച്ച് ഐസ് നല്ല സൂപ്പറായിട്ട് വരുന്നുള്ള വ്യൂ. അത് നമുക്ക് റൗണ്ട് അടിക്കാം അങ്ങനെ. ഇനി പോവാ പാച്ചുവാ. അച്ഛൻ താഴെ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു ഇവിടെ കയറിയിട്ട്. അത് നമ്മൾ ഈ കയറിയ സ്റ്റെപ്പുകൾ ഇനിയും താഴേക്ക് ഇറങ്ങണം അല്ലേ പാച്ചുവാ? ഞങ്ങളിപ്പോൾ എവിടെയാണ് വന്നത്? ഞങ്ങളിപ്പോൾ ആദ്യം വന്നത് വലിയച്ഛൻ്റെ കല്യാണത്തിന് അല്ലേ? കല്യാണം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോണ വഴിയാണ് വീട്ടിലേക്ക്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം റിസപ്ഷൻ നമുക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം സമയം 2:30. ആനയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. 2:30 ഈ സമയം. ഇത് കഴിഞ്ഞ് 10 മണിക്ക് എനിക്ക് ഇന്ന് കോട്ടൂർ ഒരു അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അപ്പം അതിന് പോകണം. എല്ലാം കൊണ്ടും സൗണ്ടാണെങ്കിൽ പകുതി പോയിട്ടുണ്ട്. ഇനി ഇന്നത്തെയും കൂടി ആകുമ്പം അത് ഫുള്ളായിക്കോളും. പാച്ചു ഓടി താഴേക്ക് ഇറങ്ങി കേട്ടോ. ഏട്ടനവിടുന്ന് വിളിച്ചപ്പം ഏട്ടനെ കണ്ടുകൂടിയതാണ്. നല്ല തണുത്ത വെള്ളം കിട്ടുകയാണെങ്കിൽ സന്തോഷമായി. പിന്നെന്താ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ സെക്ഷൻ അതുപോലെ നമ്മൾ റീലിൻ്റെ വീഡിയോസ് എടുക്കലൊക്കെ കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ അതിന് മുഴുകി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണാനാണെങ്കിൽ കുറച്ചുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോൾ നമുക്ക് 3-4 സ്പോട്ട് നമ്മൾ കാണാൻ വേണ്ടി വിചാരിച്ചിട്ട് വരണം. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൽ പോയി വരുന്ന വഴിക്കാകുമ്പോൾ നമ്മൾ ഈ ഒറ്റ സ്പോട്ടിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അച്ഛനും കാണണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞത് മറക്കണ്ട. നമ്മുടെ ചാനൽ ഇത്രയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നേരെ പോകണമെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്കാണ്, അതായത് ചെക്കൻ്റെ വീട്ടിലെ ഓഡിറ്റോറിയത്തേക്ക്. അപ്പം അവിടെ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം കൂടിയിട്ട് പിന്നെ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം കിട്ടും. അത് നമ്മൾ കുറേ മുന്നേ വന്ന സമയത്ത് ഇവിടുന്ന് കുറേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മോനും ഞാനും ഏട്ടനും കൂടി വന്ന സമയത്ത്. അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഫോട്ടോസ് മൊത്തം ഏരിയ മൊത്തം കവർ ചെയ്ത് കാണാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരു ദിവസം ഇനി ഇങ്ങനെ കാണാനായിട്ട് വരണം അങ്ങനെയൊക്കെ വിചാരിക്കാന്നല്ലാണ്ട് നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ഈ ഓട്ടമാണ്. നമ്മൾ വണ്ടിക്കാരുടെ വെയിറ്റിംഗാണ്. നമ്മൾ ഈ ഒരു കല്യാണം കൂടി പോകാനുള്ള രീതിയിൽ വിളിച്ചു തരുന്ന വണ്ടിയായിരുന്നു. വണ്ടിക്കാരുടെ വെയിറ്റിംഗാണ്. അങ്ങനെ കുറേ വീടുകളുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വിളിയാണ് ഇവിടെ എത്തി ചോദിച്ചിട്ട്. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോരാട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ സീ യു.